ജീവിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടുന്ന താമസ സൗകര്യം സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ അവരുടെ ലിംഗപരമായ സ്വത്വം വെളിപ്പെടുത്താൻ ആരംഭിക്കുമ്പോൾ അവർ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവരുടെ താമസ സൗകര്യം എന്നുള്ളത് സുപ്രധാനമാണ്. സാമൂഹ്യനീതി വകുപ്പിനെ കൂടി പ്രതിനിധീകരിക്കുന്ന മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സമ്പൂർണ്ണ ശാക്തീകരണത്തിനും പുനരധിവാസത്തിനും മഴവില്ല് എന്ന സമഗ്ര പദ്ധതി നടപ്പാക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ തലത്തിൽ പ്രതിമാസം 1000 രൂപയും ഹയർ സെക്കൻഡറി തലത്തിൽ 1500 രൂപയും കോളേജിൽ കടന്നു വരുമ്പോൾ 2000 രൂപയും അവർക്ക് നൽകുന്നുണ്ട്. ഹോസ്റ്റൽ ചെലവ് സാമൂഹ്യനീതി വകുപ്പ് വഹിക്കുന്നുണ്ട്. മത്സര പരീക്ഷകൾ